മറ്റൊരാളുടെ പാപത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വമനസാലെ ശിക്ഷ സ്വീകരിക്കുമോ? ആ വ്യക്തി നിങ്ങളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്തവനാണെങ്കിൽ പോലും. ഒരു നന്ദി വാക്ക് പോലും പറയാത്തവർക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുമോ? ചോരയൊലിച്ചു മരിക്കുമോ? ഇന്ന് നമുക്ക് കുറച്ച് പിന്നിലേക്ക് സഞ്ചരിക്കാം, ശാന്തമായ ബത്ലഹേമിലെ ഒരു പുൽത്തൊട്ടിയിലേക്ക്. അവിടെ ലോകരക്ഷകനായ യേശു മനുഷ്യരൂപത്തിൽ പിറവിയെടുക്കാൻ പോകുന്നു. സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയല്ല, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം മരിക്കേണ്ടിയിരുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ യഥാർത്ഥ കഥയാണിത്. Stories that shine, truth that grows. Welcome to Joy Seeds. ഹെരോദാവ് യഹൂദ്യ ഭരിച്ചിരുന്ന കാലത്ത് സഖര്യാവെന്നു പേരുള്ള ഒരു പുരോഹിതൻ ജീവിച്ചിരുന്നു. ദാവീദ് രാജാവിൻ്റെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിതമായ 24 പുരോഹിത വിഭാഗങ്ങളിലൊന്നായ അബീയാവിൻ്റെ വിഭാഗത്തിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ഇസ്രായേലിലെ ആദ്യത്തെ മഹാപുരോഹിതനും മോശയുടെ സഹോദരനുമായ അഹലോന്റെ വംശത്തിൽ നിന്നുള്ളവളായിരുന്നു. ഇതിനർത്ഥം സഖര്യാവും എലിസബത്തും ദൈവം തന്നെ സേവിക്കുവാനായി വേർതിരിച്ച കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ്. അവർ രണ്ടുപേരും ദൈവമുമ്പാകെ നീതിമാന്മാരായിരുന്നുവെന്നും അവൻ്റെ എല്ലാ കൽപ്പനകളിലും വിശ്വസ്തയോടെ നടന്നുവെന്നും തിരുവെഴുത്തുകൾ നമ്മോട് പറയുന്നു. എന്നിട്ടും അവരുടെ ഹൃദയങ്ങളിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു. എലിസബത്തിന് കുട്ടികളില്ലായിരുന്നു. ഇപ്പോൾ രണ്ടുപേർക്കും വയസ്സായി. ഒരു ദിവസം സഖര്യാവ് കർത്താവിൻ്റെ ആലയത്തിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ദൈവസന്നിധിയിൽ ധൂപം കാട്ടാൻ നറുക്കെടുപ്പിലൂടെ അവനെ തിരഞ്ഞെടുത്തു. പുറത്ത് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. പക്ഷേ ദേവാലയത്തിനകത്ത് പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് പ്രത്യക്ഷപ്പെട്ടു. സഖര്യാവ് ഭയപ്പെട്ടു. എന്നാൽ ദൂതൻ പറഞ്ഞു, സഖര്യാവേ, ഭയപ്പെടേണ്ട. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഈ ശിശു അനേകർക്ക് സന്തോഷമായിരിക്കും എന്നും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ വലിയവനായിരിക്കുമെന്നും ജനിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുമെന്നും കർത്താവിൻ്റെ വരവിനായി ഒരു ജനത്തെ ഒരുക്കുന്നതിനായി അവനെ മുന്നേ അയച്ചിരിക്കുന്നു എന്നും ദൂതൻ പ്രഖ്യാപിച്ചു. സഖര്യാവിന് ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. താനും ഭാര്യയും വൃദ്ധരായിരുന്നതിനാൽ അത്തരമൊരു കാര്യം എങ്ങനെ സാധ്യമാകുമെന്ന് അദ്ദേഹം ചോദിച്ചു. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ഗബ്രിയേലാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. നീ എൻ്റെ വാക്കുകൾ വിശ്വസിക്കാത്തതിനാൽ ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്ന ദിവസം വരെ നീ മൗനമായിരിക്കും. സഖര്യാവ് ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു ദർശനം കണ്ടുവെന്ന് ആളുകൾക്ക് മനസ്സിലായി. അവൻ്റെ ശുശ്രൂഷ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം എലിസബത്ത് ഗർഭം ധരിച്ചു. അവൾ തൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ വഹിച്ചു. വളരെ വലിയൊരു നിയോഗത്തിന് വഴിയൊരുക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടി. അങ്ങനെ എലിസബത്ത് ഗർഭിണിയായി. 6 മാസം കടന്നുപോയി. വീണ്ടും ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ഗലീലിയിലെ ഒരു ചെറിയ പട്ടണമായ നസ്രത്തിൽ ദാവീദ് രാജാവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട യോസേഫ് എന്ന പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരു യുവതിയുടെ അടുക്കലേക്ക് ഗബ്രിയേലെത്തി. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ട് മറിയ അസ്വസ്ഥയായി. ഇതെന്തൊരു അഭിവാദനമാണെന്ന് അവൾ ചിന്തിച്ചു. എന്നാൽ ദൂതൻ അവളോട് പറഞ്ഞു, മറിയയെ, ഭയപ്പെടേണ്ട. ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നീ അവന് യേശു എന്നു പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. അവൻ യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും വാഴും. അവന്റെ രാജ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. മറിയ ചോദിച്ചു, ഞാൻ കന്യകയായതിനാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് ഉത്തരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും.
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അങ്ങനെ ജനിക്കാൻ പോകുന്ന പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ മറ്റൊരു ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തി. നിന്റെ ബന്ധുവായ എലിസബറ്റ് പോലും വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു. മച്ചിയാണെന്ന് പറയപ്പെട്ടിരുന്ന അവൾക്ക് ഇപ്പോൾ 6-ാം മാസമാണ്. ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്കും ഒരിക്കലും പരാജയപ്പെടില്ല. ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു നിമിഷത്തിൽ മറിയ മറുപടി പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസിയാകുന്നു, എന്നോടുള്ള നിന്റെ വാക്ക് നിറവേറട്ടെ. ദൂതൻ അവളെ വിട്ടുപോയി. താമസിയാതെ അനുഗ്രഹീതരായ ആ സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടും. ദൂതൻ അവളെ വിട്ടുപോയതിനു ശേഷം മറിയ ഒട്ടും താമസിക്കാതെ സെക്കറിയാവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവൾ യഹൂദിയിലെ മലനാട്ടിലേക്ക് തിടുക്കത്തിൽ യാത്രയായി. മറിയ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ വന്ദിച്ചപ്പോൾ അസാധാരണമായ ഒരു കാര്യം സംഭവിച്ചു. മറിയയുടെ ശബ്ദം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഗർഭപാത്രത്തിലെ ശിശു തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നീ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞും അനുഗ്രഹിക്കപ്പെട്ടവൻ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാൻ എനിക്ക് ഇത്ര കൃപ ലഭിച്ചത് എന്തുകൊണ്ട്? നിന്റെ അഭിവാദന സ്വരം എൻ്റെ കാതുകളിലെത്തിയപ്പോൾ എൻ്റെ ഗർഭപാത്രത്തിലെ ശിശു ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആ ശാന്തമായ വീട്ടിൽ ഇടയന്മാർ സ്വർഗീയ ദൂതനെ കാണുന്നതിനു മുമ്പ്, ആകാശത്ത് ദിവ്യനക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് എലിസബത്തിന്റെ ഉള്ളിലുള്ള കുഞ്ഞ് തന്റെ കർത്താവിനെ തിരിച്ചറിഞ്ഞു. എലിസബത്തിന്റെ ഗർഭത്തിൽ മറഞ്ഞിരിക്കുന്ന ആ കുട്ടി വരുവാനിരിക്കുന്ന ലോകരക്ഷകന്റെ സാന്നിധ്യത്തിൽ സന്തോഷിച്ചു. എലിസബത്തിന്റെ മുമ്പിൽ നിന്ന മറിയയുടെ വിശ്വാസം സ്ഥിരീകരിക്കപ്പെട്ടു. കാഴ്ചയാലല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ. അവളുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞു. ദൈവിക മഹത്വം കൊണ്ട് ചുറ്റപ്പെട്ട എലിസബത്തിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ മറിയ സംസാരിക്കാൻ തുടങ്ങി. ഭയത്തോടെയല്ല, മറിച്ച് സ്തുതിയോടെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. കാരണം അവൻ തന്റെ ദാസന്റെ എളിമയെ ഓർത്തിരിക്കുന്നു. ഇനി മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. കാരണം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധമാണ്. അവന്റെ കരുണ അവനെ ഭയപ്പെടുന്നവർക്ക് തലമുറ തലമുറയായി വ്യാപിക്കുന്നു. അവൻ തന്നെ ഭുജം കൊണ്ട് വീര്യപ്രവർത്തികൾ ചെയ്തിരിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ അഹങ്കരിക്കുന്നവരെ അവൻ ചിതറിച്ചിരിക്കുന്നു. അവൻ ഭരണാധികാരികളെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നരെ വെറുതെ അയച്ചു. നമ്മുടെ പൂർവികർക്ക് അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും എന്നേക്കും വാഗ്ദാനം ചെയ്തതുപോലെ കരുണ കാണിക്കാൻ അവൻ തന്റെ ദാസനായ ഇസ്രയേലിനെ സഹായിച്ചു. മറിയ എലിസബത്തിനൊപ്പം ഏകദേശം 3 മാസം താമസിച്ചു. 2 അമ്മമാർ ഒരുമിച്ച് കാത്തിരുന്നു. ഒരാൾ മുന്നോടിയായി വന്നയാളെ വഹിച്ചുകൊണ്ടും മറ്റൊരാൾ ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങളുടെയും നിവൃത്തി വഹിച്ചുകൊണ്ടും. സമയമായപ്പോൾ മറിയ വീട്ടിലേക്ക് മടങ്ങി. അവൾ തന്റെ ഉള്ളിൽ വഹിച്ചതിന് ഇനി ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിരിക്കാൻ കഴിയില്ല. എലിസബത്തിന് പ്രസവസമയമായപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കരുണ കാണിച്ചുവെന്ന് അവളുടെ അയൽക്കാരും ബന്ധുക്കളും കേട്ട് അവളോടൊപ്പം സന്തോഷിച്ചു. 8-ാം ദിവസം കുട്ടിയെ പരിച്ഛേദന ചെയ്യാൻ അവർ ഒത്തുകൂടി. ആചാരമനുസരിച്ച് അവൻ അവന്റെ പിതാവിന്റെ പേര് നൽകുമെന്നവർ കരുതി. എന്നാൽ എലിസബത്ത് ഉറച്ചു പറഞ്ഞു, അല്ല, അവന് യോഹന്നാൻ എന്നു പേരിടണം. അവർ എതിർത്തു പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആ പേരുള്ളവരാരുമില്ലല്ലോ. അങ്ങനെ അവർ സെഖരിയാവിന്റെ നേരെ തിരിഞ്ഞു. അവൻ ദേവാലയത്തിൽ നിന്ന് നാൾ മുതൽ നിശബ്ദനായിരുന്നു. കുട്ടിക്കെന്തു പേരിടണമെന്ന ആംഗ്യം കാണിച്ചു ചോദിച്ചു. സെഖരിയ ഒരു എഴുത്തുപലക ചോദിച്ചു. അതിലവൻ എഴുതി, അവന്റെ പേര് യോഹന്നാൻ. ആ നിമിഷം തന്നെ അവന്റെ വായി തുറന്നു, നാവഴഞ്ഞു. അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ചുറ്റുമുള്ളവർക്കെല്ലാം ഭയം വന്നു. യഹൂദ്യയിലെ മലനാട്ടിലെങ്ങും ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവർ പരസ്പരം ചോദിച്ചു, ഈ കുട്ടി ആരായിത്തീരും? കാരണം കർത്താവിന്റെ കൈ അവനോടു കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി സെഖരിയാവ് പ്രവചിക്കാൻ തുടങ്ങി. തന്റെ ജനത്തെ സന്ദർശിച്ചു വീണ്ടെടുത്തതിന് ഇസ്രയേലിന്റെ ദൈവമായ കർത്താവിനെ അവൻ സ്തുതിച്ചു. അവൻ രക്ഷയെക്കുറിച്ചും കരുണയെക്കുറിച്ചും അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും പണ്ടേ സത്യം ചെയ്ത വാഗ്ദാനങ്ങളെക്കുറിച്ചും സംസാരിച്ചു. പിന്നെ അവൻ കുട്ടിയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, എന്റെ മകനെ, നീ അത്യുന്നതന്റെ പ്രവാചകനെന്നു വിളിക്കപ്പെടും. കാരണം നീ കർത്താവിന്റെ വഴി ഒരുക്കുവാൻ അവന്റെ മുമ്പാകെ പോകും. കുട്ടി വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രയേലിനു പരസ്യമായി പ്രത്യക്ഷപ്പെടുന്ന ദിവസം വരെ മരുഭൂമിയിൽ ജീവിച്ചു. ഈ കുട്ടി നിശബ്ദതയിൽ വളർന്നപ്പോൾ നസ്രയത്തിൽ അതിലും വലിയൊരു രഹസ്യം നിശബ്ദമായി ചുരുളഴിയുകയായിരുന്നു. നസ്രത്തിൽ നിന്നുള്ള കന്യകയായ മറിയയുടെ വിവാഹം ദാവീദ് രാജാവിന്റെ പിൻഗാമിയും നീതിമാനുമായ യോസേപ്പുമായി നിശ്ചയിക്കപ്പെട്ടിരുന്നു. അവർ ഭാര്യാഭർത്താക്കന്മാരായി ഒന്നിക്കുന്നതിനു മുമ്പ് മറിയ ഗർഭിണിയാണെന്ന് അവൻ അറിഞ്ഞു. നീതിമാനായ യോസേപ്പ് അസ്വസ്ഥനായിരുന്നു. മറിയയെ പരസ്യമായി അപമാനിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അതിനാൽ നിശബ്ദമായി ആ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ അയാൾ പദ്ധതിയിട്ടു. എന്നാൽ അവൻ തന്റെ ചിന്തകളുമായി മല്ലിടുന്നതിനിടയിൽ കർത്താവിന്റെ ഒരു ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ പറഞ്ഞു, ദാവീദിന്റെ മകനായ യോസേപ്പേ, മറിയയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ മടിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും. നീ അവന് യേശു എന്നു പേരിടണം. കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നു വിളിക്കും എന്നു വളരെ കാലം മുമ്പ് പറഞ്ഞ പ്രവചനം നിവൃത്തിയാകാനാണ് ഇതെല്ലാം സംഭവിച്ചത്. സ്വപ്നത്തിൽ നിന്നുണർന്ന ജോസഫ് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. മറിയയെ ഭാര്യയായി സ്വീകരിച്ചു. പക്ഷേ അവൾ തന്റെ ആദ്യജാതനായ മകനെ പ്രസവിക്കുന്നതുവരെ അവർ ഭാര്യാഭർത്താക്കന്മാരായി ഒന്നിച്ചില്ല. അവർ ആ കുഞ്ഞിന് യേശു എന്ന് നാമകരണം ചെയ്തു. അങ്ങനെ യോസേപ്പ് ലോകരക്ഷകന്റെ ഭൂമിയിലെ രക്ഷാധികാരിയായി മാറി. ആ കാലത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ സീസർ അഗസ്തസ് മുഴുവൻ റോമൻ സാമ്രാജ്യത്തിന്റെയും സെൻസസ് എടുക്കണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അതിനായി എല്ലാവരും അവരുടെ പൂർവിക പട്ടണങ്ങളിലേക്ക് മടങ്ങുകയും അവിടെ അവരവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ യോസേപ്പ് നസ്രത്തിൽ നിന്ന് പുറപ്പെട്ടു ഗർഭിണിയായ ഭാര്യ മറിയയെ കൂട്ടി ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പോയി. കാരണം അവൻ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. ബെത്ലഹേമിലേക്കുള്ള വഴി ദൂരമുള്ളതും കാഠിന്യമേറിയതുമായിരുന്നു. മറിയയുടെ പ്രസവസമയം അടുത്തിരുന്നു. സാധാരണയായി ശാന്തമായിരുന്ന ബെത്ലഹേം എന്ന ചെറിയ പട്ടണം യാത്രക്കാർ, തിരക്കേറിയ തെരുവുകൾ, സെൻസസിനായി അവിടേക്ക് വന്നുചേർന്ന ആളുകളുടെ ശബ്ദങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരുന്നു. യോസേപ്പും മറിയയും അവിടെ എത്തിച്ചേർന്നപ്പോൾ ജനങ്ങളുടെ തിരക്കു കാരണം അവർക്കു സത്രങ്ങളിലൊന്നും താമസിക്കാനിടം കിട്ടിയില്ല. താമസയോഗ്യമായ എല്ലാ വാതിലുകളും അടച്ചിരുന്നു. എല്ലാ സ്ഥലവും നിറഞ്ഞിരുന്നു. അങ്ങനെ മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട ഒരെളിയ തൊഴുത്തിൽ മറിയ തന്റെ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അവൾ അവനെ തുണികളിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. അങ്ങനെ ദൈവം നമ്മോടൊപ്പം എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന ലോകരക്ഷകനായ മിശിഹ ജനിച്ചു. ഒരു കൊട്ടാരത്തിലല്ല, മറിച്ച് ഒരു കാലിത്തൊഴുത്തിൽ. അടുത്തുതന്നെ ബേത്ലഹേമിനു ചുറ്റുമുള്ള വയലുകളിൽ ഇടയന്മാർ രാത്രിയിൽ തങ്ങളുടെ ആട്ടിൻകൂട്ടത്തിന് കാവൽ നിന്നിരുന്നു. രാത്രി ശാന്തമായിരുന്നു. നക്ഷത്രങ്ങൾ മുകളിൽ പ്രകാശിച്ചു. ഭൂമി നിശ്ചലമായി തോന്നി. പെട്ടെന്ന് ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ടൊരു വെളിച്ചം അവർക്കു മുമ്പിൽ പ്രകാശിച്ചു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിപ്പറ്റി പ്രകാശിച്ചു. കർത്താവിന്റെ ഒരു ദൂതൻ അവർക്കു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇടയന്മാർ ഭയന്നു വിറച്ചു. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിനായി ഞാൻ നിങ്ങളെ സുവിശേഷമറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവൻ കർത്താവായ മിശിഹായാകുന്നു. ഇത് നിങ്ങൾക്കൊരു അടയാളമായിരിക്കും. ശീലകളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും.
പെട്ടെന്ന് ആകാശം ഒരു കൂട്ടം ദൂതന്മാരെ കൊണ്ട് നിറഞ്ഞു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ അവന്റെ പ്രസാദമുള്ളവർക്ക് സമാധാനം. ദൂതന്മാർ പോയപ്പോൾ ഇടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേമിൽ പോയി കർത്താവ് നമ്മോട് പറഞ്ഞ ഈ സംഭവം നോക്കാം. അവർ വേഗം പോയി. ദൂതൻ പറഞ്ഞതുപോലെ മറിയയെയും യോസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയും അവർ കണ്ടു. അവനെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഈ കുട്ടിയെക്കുറിച്ച് ദൈവദൂതൻ തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അവർ പങ്കുവച്ചു. ഇടയന്മാരുടെ കഥ കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. തങ്ങൾ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഇടയന്മാർ മടങ്ങി. ഒരു കാലിത്തൊഴുത്തിന്റെ നിശബ്ദതയിൽ, അട്ടിടയന്മാരുടെ സാന്നിധ്യത്തിൽ ലോകരക്ഷകന്റെ ജനനം സ്വർഗവും ഭൂമിയിലെ സാധാരണക്കാരും ഒരുപോലെ ആഘോഷിച്ചു. യേശു ജനിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കിഴക്കുനിന്നുള്ള വിദ്വാൻമാർ യെരൂശലേമിലെത്തി. അവർ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായൊരു നക്ഷത്രം ആകാശത്തിൽ കണ്ട് യഹൂദന്മാരുടെ നവജാതനായ രാജാവിനെ ആദരിക്കാൻ വന്നതായിരുന്നു. ഹെരോദാ രാജാവ് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ അവനും മുഴുവൻ യെരൂശലേമും അവനോടൊപ്പം അസ്വസ്ഥനായി. അയാൾ ആ ജ്ഞാനികളെ വിളിച്ചുവരുത്തി. നക്ഷത്രം അവർക്കു മുമ്പിൽ എപ്പോൾ പ്രത്യക്ഷപ്പെട്ടുവെന്ന് ശ്രദ്ധാപൂർവം ചോദിച്ചറിഞ്ഞു. നിങ്ങൾ പോയി ശിശുവിനെ അന്വേഷിക്കുക. നിങ്ങൾ അവനെ കണ്ടെത്തുമ്പോൾ എന്നെ അറിയിക്കുക. അങ്ങനെ ഞാനും പോയി അവനെ ആരാധിക്കട്ടെ എന്നു പറഞ്ഞുകൊണ്ട് അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. ജ്ഞാനികൾ നക്ഷത്രത്തെ പിന്തുടർന്നു. കുട്ടിയുണ്ടായിരുന്ന സ്ഥലത്തിനു മുകളിലെത്തുന്നതുവരെ അതവർക്കു വഴികാട്ടിയായി. അവർ അത്യധികം സന്തോഷത്തോടെ വീട്ടിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയയോടൊപ്പം കണ്ടു. അവർ കുമ്പിട്ട് അവനെ ആരാധിച്ചു. സ്വർണം, കുന്തുരുക്കം, മോറ് എന്നിവ സമ്മാനമായി നൽകി. എന്നാൽ സ്വപ്നത്തിൽ ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങരുതെന്ന് ജ്ഞാനികൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചു. അങ്ങനെ അവർ മറ്റൊരു വഴിയിലൂടെ വീട്ടിലേക്ക് പോയി. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചതായി മനസ്സിലാക്കിയപ്പോൾ ഹേരോദാവ് കോപാകുലനായി. ജ്ഞാനികളിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് ബേത്ലഹേമിലും പരിസരങ്ങളിലുമുള്ള 2 വയസ്സും അതിൽ താഴെയുള്ളതുമായ എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ അവൻ ഉത്തരവിട്ടു. എന്നാൽ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ യോസേഫിനു പ്രത്യക്ഷപ്പെട്ട് അവനോടിങ്ങനെ പറഞ്ഞു, എഴുന്നേൽക്കൂ, ശിശുവിനെയും അമ്മയെയും കൂട്ടി മിസ്രയീമിലേക്ക്, അതായത് ഈജിപ്തിലേക്ക് ഓടിപ്പോവുക. ഞാൻ നിന്നോട് പറയുന്നതുവരെ അവിടെ തന്നെ താമസിക്കുക. ഹേരോദാവ് ശിശുവിനെ കൊല്ലാൻ അന്വേഷിക്കുന്നു. യോസേഫ് ഉടനെ അനുസരിച്ചു. രാത്രിയുടെ മറവിൽ അവൻ മറിയയെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടിപ്പോയി. ഹേരോദാവ് മരിക്കുന്നതുവരെ അവർ അവിടെ തുടർന്നു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചുവരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് ഇത് നിവർത്തിയാക്കി. ഹേരോദാവ് മരിച്ചപ്പോൾ ഒരു ദൂതൻ വീണ്ടും സ്വപ്നത്തിൽ യോസേഫിന് പ്രത്യക്ഷപ്പെട്ട് മടങ്ങിവരുന്നത് സുരക്ഷിതമാണെന്ന് പറഞ്ഞു. അങ്ങനെ യോസേഫ് മറിയയെയും യേശുവിനെയും കൂട്ടി നസരേത്ത് പട്ടണത്തിൽ താമസമാക്കി. അവനെ നസ്രായൻ എന്ന് വിളിക്കും എന്ന മറ്റൊരു പ്രവചനം നിവർത്തിയായി. ഒരു കാലിത്തൊഴുത്തിൽ ആരവങ്ങളൊന്നും തന്നെയില്ലാതെ ജനിച്ച കുട്ടി ഇപ്പോൾ ദൈവത്തിൻ്റെ ശ്രദ്ധാപൂർവമായ കൈകളുടെ സംരക്ഷണത്തിൽ ജീവിതം ആരംഭിച്ചു. അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് മറഞ്ഞിരുന്നു. ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ച വിശ്വസ്തരായ മാതാപിതാക്കളാൽ നയിക്കപ്പെട്ടു. ശാന്തമായൊരു പട്ടണത്തിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴിൽ ഒരു എളിയ കാലിത്തൊഴുത്തിൽ ലോകരക്ഷകൻ ജനിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരു ശിശുവിൽ, അത്യുന്നതന്റെ പുത്രനായ യേശുവിൽ ജീവൻ പ്രാപിച്ചു. ഇതൊരു കുട്ടിയുടെ ജനനം മാത്രമല്ല, എല്ലാ മനുഷ്യവർഗത്തിനുമുള്ള ഒരു പ്രതീക്ഷയുടെ തുടക്കമായിരുന്നു. ലോകത്തിലേക്ക് സമാധാനം കൊണ്ടുവരുന്ന, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കുട്ടി. ദൈവത്തിൻ്റെ സ്നേഹം ഭയത്തേക്കാൾ വലുതാണെന്നും അഹങ്കാരത്തേക്കാൾ വലുതാണെന്നും മരണത്തേക്കാൾ വലുതാണെന്നും ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു കുട്ടി. ബെത്ലഹേമിലെ ശാന്തമായ പുൽത്തൊട്ടിയിൽ നിന്ന് ദൈവത്തിൻ്റെ വെളിച്ചം ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടൊപ്പമുണ്ട്.